നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധം ഹൈക്കോടതിയിലെത്തിയപ്പോൾ വന്ന വിധി നമ്മൾ കണ്ടതാണ് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ്. നേരത്തെ വിചാരണ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയ രണ്ടുപേരെ കൂടി ഇപ്പോൾ കുറ്റവാളിയായിട്ട് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഹൈക്കോടതിയിൽ ആ കേസ് നടക്കുകയുണ്ടായി. ആ കേസ് നടന്നപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും കോടതി ചില കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ ശിക്ഷ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കോടതി ചോദിക്കുമല്ലോ പ്രതികളോട്. അപ്പോൾ കോടതിയിലെ പ്രതികൾ ഏറ്റവും പ്രധാനം ഞങ്ങൾക്ക് ഭാര്യയും മക്കളുമുണ്ട് എന്നാണ്. അത് കേട്ടപ്പോഴാണ് നമുക്ക് ആലോചിക്കേണ്ടത്, ടി.പി. ചന്ദ്രശേഖരന് ഭാര്യയും മക്കളും ഇല്ലായിരുന്നോ എന്നാണ്. അയാൾ ഒറ്റയ്ക്ക് കഴിഞ്ഞ ആളാണോ? അപ്പോൾ ഒരു ഭാര്യയും മക്കളുമൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ ടി.പി. ചന്ദ്രശേഖരനെ വളരെ ക്രൂരമായി നേതാക്കന്മാർ പറഞ്ഞതുപോലെ പൂങ്കുല ചിതറും പോലെ തലച്ചോറ് വെട്ടി പരിവമാക്കി തണ്ടം തുണ്ടൻ 51 വെട്ട് തലയിൽ വെട്ടിക്കൊന്ന ഈ ക്രൂരന്മാർക്ക് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഭാര്യയും മക്കളുമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ശിക്ഷ ഇളവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങളൊന്നും കുഴപ്പക്കാരല്ല കുറ്റക്കാരല്ല എന്നാണ്. യഥാർത്ഥത്തിൽ വധശിക്ഷ നൽകാതിരിക്കാനാണ് പ്രതികൾ ഓരോരുത്തരോടായി കോടതി കാരണം ചോദിച്ചത്. കേസിൽ പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ച ശേഷം ശിക്ഷ വിധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഹൈക്കോടതി നടപടി. ഇത് സാധാരണ ഉള്ളതാണ്. പ്രതികളെ ഓരോരുത്തരെയായി ഹൈക്കോടതിയിലെ പ്രതികളുടെ കൂട്ടിലേക്ക് വിളിച്ചു വരുത്തി കോടതി ചോദിച്ചു, വധശിക്ഷയോ അതിനടുത്ത ശിക്ഷയോ നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ടി.പി. ചന്ദ്രശേഖരന്റെ വിധവയും എം.എൽ.എയുമായ കെ രമയും വിധി കേൾക്കാൻ കോടതിയിൽ നേരിട്ട് എത്തിയിരുന്നു എന്നതും മറ്റൊരു പ്രത്യേകത. താൻ നിരപരാധി എന്നായിരുന്നു ഒന്നാം പ്രതി MC അനൂപ് കോടതിയോട് മറുപടി പറഞ്ഞത്. ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും മക്കളും ഉണ്ടെന്നും പ്രതി പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്നും വീട്ടിൽ മറ്റാരും ഇല്ലെന്നും അയാൾ ആവശ്യപ്പെടുകയും ചെയ്തു. നിരപരാധിയാണ് താനെന്നും രണ്ടാം പ്രതി കിർമാണി മനോജും കോടതിയിൽ പറഞ്ഞു. ഈ കിർമാണി മനോജാണ് തലയിൽ വെട്ടി തണ്ടം തുണ്ടമാക്കിയതെന്ന് നമ്മൾ പിന്നീടൊക്കെ നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇയാൾ പറഞ്ഞത് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും, അല്ല പ്രായമായ അമ്മയാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും അയാൾ ആവശ്യപ്പെട്ടു. ശിക്ഷ ഇളവ് ചെയ്യണമെന്നും ഈ കിർമാണി മനോജ് ആവശ്യപ്പെട്ടു കോടതിയിൽ പ്രതി കൂട്ടിൽ കയറി നിന്നുകൊണ്ട്. കേസിൽ അടുത്തിടെ ഹൈക്കോടതി കുറ്റക്കാരെന്ന് വിധിച്ച 12ാം പ്രതി ജ്യോതി ബാബു ഒഴികെ മറ്റെല്ലാവരും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായി. ഡയാലിസിസ് ഇന്ന് വൈകിട്ട് 3-ന് നടത്താനുള്ളതിനാലാണ് ജ്യോതി ബാബു കോടതിയിൽ ഹാജരാകാതിരുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്തിരിക്കുകയാണ്. കാരണം നല്ല പ്രവൃത്തി ചെയ്തത് കൊണ്ട് അയാൾക്ക് നല്ല ആരോഗ്യം കിട്ടി എന്നതാണ് നമുക്ക് ഇതിൽ കാണുന്നത്. പോട്ടെ, അത് നമ്മളിവിടെ പറയണ്ട. ഇയാളെ ഓൺലൈനായി ഹാജരാക്കി. നടക്കാൻ പോലും പറ്റാത്ത ആരോഗ്യ പ്രശ്നമാണ് തനിക്കെന്നും വീട്ടിൽ ഭാര്യയും മകനും അവർക്കെല്ലാം അസുഖമുണ്ടെന്നും അനുജൻ കൊല ചെയ്യപ്പെട്ടതാണെന്നും ഒക്കെ ഒരു ന്യായീകരണം ഇയാൾ പറയുന്നുണ്ട്. അനുജന്റെ കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം തനിക്കാണെന്നും ജ്യോതി ബാബു കോടതിയിൽ പറയുന്നു. ഇപ്പോൾ ഇങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അനുജന്റെ കൂടെ കാര്യം നോക്കുന്നതെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. കേസുമായി യാതൊരു ബന്ധമില്ലായിരുന്നു എന്നും കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ കൊടിസുനി മറുപടി പറയുന്നു. അറിയാലോ കൊടിസുനി ആരാണെന്ന്. ജയിലിരുന്നു കൊണ്ട് പോലും ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആളാണ് കൊടിസുനി. പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ എന്നും ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന സർക്കാരിൻ്റെയും രമയുടെയും ആവശ്യത്തിൽ ഒന്നും ബോധിപ്പിക്കാനില്ലെന്നും ഇയാൾ പറഞ്ഞു. ടി.പി. കേസിന്റെ ഭാഗമായി തടവിൽ കഴിയവേ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ് T.K. രജീഷ് കോടതിയിൽ പറഞ്ഞത്. ശിക്ഷാ കാലയളവിൽ +2 പാസ്സായി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു ഷാഫി എന്ന പ്രതിയുടെ ആവശ്യം. നിരപരാധിയാണെന്നും ഭാര്യയും കുട്ടിയുമുണ്ടെന്നും പറഞ്ഞ സിജിത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ജീവിക്കാൻ അവസരം നൽകണമെന്നും പറഞ്ഞു. നോക്കണേ, ഇങ്ങനെ ജീവിക്കാൻ അവസരം നൽകണമെന്ന് ഇവനൊക്കെ പറയാൻ എന്താണ് ഇവനൊക്കെ യോഗ്യത എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്നു. 12 വർഷമായി ജയിലിലാണെന്നും പരമാവധി ശിക്ഷ കുറച്ചു തരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനാണെന്നായിരുന്നു ശിക്ഷ ഇളവ് കോടതി കേസ് രാമേന്ദ്രൻ എന്ന് പറയുന്ന പ്രതി പറഞ്ഞു. ഞാൻ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, അതുകൊണ്ടാണല്ലോ ഒരുത്തനെ പൂങ്കുല വെട്ടും പോലെ വെട്ടിക്കൊന്നത്. രാഷ്ട്രീയ പകപോകലിന്റെ പേരിലാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന്. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്, വലത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, പോലീസ് മർദ്ദനത്തിന്റെ ഭാഗമായി നട്ടലിന് പരിക്കുണ്ട്, പരിയാരം മെഡിക്കൽ കോളേജിൽ സർജറി തീരുമാനിച്ചിരിക്കുകയാണ്, ജയിലിനകത്ത് വെച്ചോ പരോളിറങ്ങിയപ്പോഴോ
തനിക്കെതിരെ പരാതികളില്ല, വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ പകൽ വീട് തന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും നിരവധിയാണെന്നും കേസിൽ രാമചന്ദ്രൻ കോടതിയോട് പറഞ്ഞു. ഇപ്പോഴയാളുടെ മനമാറ്റം എന്തായാലും നല്ലത് തന്നെ അല്ലേ? കുറ്റം ചെയ്തിട്ടില്ലെന്നും 78 വയസ്സായെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നും കെ കൃഷ്ണൻ പറഞ്ഞു. കെ കൃഷ്ണൻ അറിയാലോ, ഗൂഢാലോചനയിലും പ്രധാന പങ്കാളികളായ ഒരാളാണ്. ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും പരസഹായം ആവശ്യമുണ്ടെന്നും കോടതിയിൽ കൃഷ്ണൻ പറയുന്നു. നോക്കണേ, ഓരോരുത്തരുടെ വിധി. കാരണം ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നതിന് ദൈനംദിന കാര്യം ചെയ്യാൻ പോലും ഇപ്പോൾ ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാണ്. അതാണ് ഓരോരുത്തരുടെ പിന്നെ എന്തു പറയാം, നീതിയുടെ വിധി എന്ന് പറയുന്നത്. മക്കളും ഭാര്യയും മാത്രമാണുള്ളതെന്നും വേറെ ആരുമില്ലെന്നും പറഞ്ഞ് റഫീഖ് കേസുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ബന്ധവും തനിക്കില്ലെന്നും ടാക്സി ഡ്രൈവർ മാത്രമാണെന്നും അയാൾ കോടതിയിൽ അറിയിച്ചു. അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ ടാക്സി ഡ്രൈവറായി പോയതായിരിക്കാം എന്തായാലും. തുടർന്ന് പ്രതികളുടെ മാനസിക ശാരീരിക പരിശോധനാ ഫലം, ജയിലിലെ പെരുമാറ്റ രീതി എന്നിവ അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിന്റെ അഭിഭാഷകൻ കോടതി കൈമാറി. പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്നതിന് മുമ്പ് വാദം കേൾക്കണമെന്ന പ്രതിഭാഗം ആവശ്യം കോടതി അംഗീകരിച്ചു. പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകൾ നൽകണമെന്നും പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടു. രേഖകളുടെ പകർപ്പ് പ്രതിഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ നൽകാൻ കോടതി നിർദ്ദേശിച്ചു. പിന്നാലെ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. നാളത്തേക്ക്, പിറ്റേ ദിവസത്തേക്ക് തന്നെ മാറ്റിവെച്ചിരിക്കുന്നതായി കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കോടതി ഈ പ്രതികളെല്ലാം ഈ ടി.പി. ചന്ദ്രശേഖരനെ പൂക്കുല പോലെ വെട്ടിച്ചിതറിച്ച ഇവന്മാരെല്ലാം ഇപ്പോൾ പ്രതി കൂട്ടിൽ ചെന്നതുകൊണ്ട് ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കഷ്ടം അല്ലേ? എന്നാലും ഓരോരുത്തരുടെ അവസ്ഥ അല്ലേ? ഇതാണ് നമ്മൾ ഓർത്തു പോകുന്നത്.